എല്ലാവർക്കും ഫൈസൽ വ്ളോഗറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നു, സന്തോഷം. ഇന്ന് കുട്ടികൾ വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കുന്ന സമയമാണ്. പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സന്തോഷം വളരെ നല്ല രീതിയിൽ കുടുംബക്കാരും കൂട്ടുകാരും ഒത്ത് സ്പെൻഡ് ചെയ്യുന്ന വളരെ സുന്ദരമായ നിമിഷങ്ങളിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഇതിനിടയിൽ ഇനി റിസൾട്ടൊക്കെ വരും. SSLC ആണെങ്കിലും +2 ആണെങ്കിലും ഒക്കെ ബാക്കി റിസൾട്ടുകളൊക്കെ വരാനിരിക്കെ രക്ഷിതാക്കളും കുട്ടികളും ചോദിക്കുന്ന, ഈ സമയത്ത് ചോദിക്കുന്ന വളരെ പ്രസക്തമായ ചോദ്യമാണ്, സാറേ ഇനി ഏത് കോഴ്സിന് വിടണം, ഏത് കരിയറിനാണ് സ്കോപ്പ് ഉള്ളത് എന്നുള്ള പ്രസക്തമായ ചോദ്യം ഞങ്ങളുടെ മുന്നിലുണ്ട്. കൂടുതലും രക്ഷിതാക്കൾക്കാണ് ഈ വിഷയത്തിൽ കൂടുതൽ സംശയങ്ങളുള്ളത്. വ്യക്തമായ ധാരണയുള്ള കുട്ടികളും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്നാലും ഇപ്പോൾ കുട്ടികൾ പഴയ പോലെയല്ല. കാര്യങ്ങളിലൊക്കെ ഒരു ലക്ഷ്യം വെച്ചിട്ട് വ്യക്തമായ പ്ലാനോടുകൂടി പഠിക്കുന്ന കുട്ടികളാണ് കൂടുതലും ഉള്ളത്. എന്നാലും ഈ ചോദ്യത്തിന് നമ്മൾ ഏത് കോഴ്സിന് ചേരണം, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും സ്കോപ്പുള്ള കരിയർ എന്നുള്ളൊരു ഡൗട്ട് എപ്പോഴും നമ്മുടെ മുന്നിൽ ഉണ്ടാവാറുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഏത് കരിയറിന് സ്കോപ്പ് എന്നതിലുപരി കുട്ടികൾ നമ്മൾ ഏത് കരിയറിൽ എത്തുന്നു, അവിടെ എങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനാണ് കൂടുതൽ സ്കോപ്പ്. ഏത് കരിയറിനാണ് സ്കോപ്പ് എന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അപ്പോൾ ഇത്തരം ചോദ്യത്തിൻ്റെ ഉത്തരം പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഏതാണോ നിങ്ങൾ ഫ്യൂച്ചറിൽ ചേരാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് എന്നത് തീരുമാനിക്കുമ്പോൾ രക്ഷിതാക്കളായാലും കുട്ടികളായാലും നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരുടെയും ആപ്റ്റിറ്റ്യൂഡ് അഥവാ അഭിരുചിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണുള്ളത്. ഉദാഹരണമായിട്ട് എന്നോട് പാട്ട് പാടാൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന സംഭവമല്ല. നമുക്ക് മൂളിപ്പാട്ട് പാടാം. ഓരോ വ്യക്തിക്കും ഓരോ കാലിബർ ആണുള്ളത്, അല്ലെങ്കിൽ ഓരോ ടേസ്റ്റ് ആണുള്ളത്. ഓരോരുത്തർക്കും ഓരോ, ചില ആളുകൾ നന്നായിട്ട് പാട്ട് പാടുന്നു, ചില ആളുകൾ നന്നായിട്ട് ചിത്രം വരക്കുന്നു, ചില ആളുകൾ നന്നായിട്ട് പഠിപ്പിക്കുന്നു, ചില ആളുകൾ നന്നായിട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു, ചില ആളുകൾക്ക് മെക്കാനിക്കലായിരിക്കും കൂടുതൽ താല്പര്യം, ചില ആളുകൾക്ക് IT മേഖലയിലായിരിക്കും താല്പര്യം. നമുക്കറിയാം, ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്താൽ, ചെറുപ്പം മുതലേ ഓരോരുത്തരെയും നിരീക്ഷിക്കുകയാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ ഓരോരുത്തർക്കും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ നമ്മുടെ അഭിരുചി മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളുടെ അഭിരുചി മനസ്സിലാക്കുകയാണെങ്കിൽ ആ കുട്ടിയെ നമുക്ക് യഥാർത്ഥ ട്രാക്കിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതാണോ അഭിരുചി, ഓരോരുത്തരുടെയും അഭിരുചി എന്താണ്, ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നിർബന്ധമായിട്ട് മനസ്സിലാക്കാം. അതിന് കുറെ ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിച്ചില്ല എങ്കിലും അഭിരുചിക്ക് വേണ്ട കുറെ ടെസ്റ്റുകൾ പല സംഘടനകളും നടത്തുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഭിരുചിയോടൊപ്പം തന്നെ നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം, ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ സെറ്റപ്പ്, സാമ്പത്തിക ചുറ്റുപാട് നമ്മൾ ഇതിൽ മനസ്സിലാക്കണം. ഉദാഹരണമായിട്ട് ചില ആളുകൾക്ക് ചെറുപ്പം മുതലേ പൈലറ്റ് ആവണം എന്ന അതിയായ ആഗ്രഹം ഉണ്ടാവും. ഭയങ്കര ഡിസയർ ആയിരിക്കും പൈലറ്റ് ആവുക എന്ന് പറയുന്നത്. ഇപ്പോൾ പൈലറ്റ് ആവുക എന്ന് പറയുന്നത് അത് നമുക്ക് കഴിവുണ്ടായിട്ടും കാര്യമില്ല. ഏകദേശം 40 ലക്ഷത്തോളം രൂപ നമുക്ക് അതിന് ചെലവാണ്. അപ്പൊ അത്തരം സാമ്പത്തികമായിട്ട് സൗണ്ട് ആയിട്ടുള്ള ആളുകൾ മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് പോവേണ്ടതുള്ളൂ. ഞാൻ പറയുന്നു, ഏത് കരിയറിന്റെ സ്കോപ്പ് എന്നതിലുപരി നമ്മൾ ഏത് കരിയർ, ഏത് തൊഴിലിലാണ് എത്തുന്നത്, ആ തൊഴിൽ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, നമ്മൾ എത്ര താല്പര്യപൂർവ്വമാണ് ആ തൊഴിൽ ചെയ്യുന്നത്, അതിന് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ആ തൊഴിലിനോട് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നതാണ് പ്രസക്തം. അപ്പൊ നോക്കുക, ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഇവിടെ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ വന്ന ഒരാള്, ചെന്നൈ സ്വദേശിയായ അണ്ണാദുരൈ, അതൊരു വാർത്ത. ഇപ്പൊ അദ്ദേഹം ഇന്റർനാഷണൽ ഫേമസ് ആണ്. സാധാരണ ഓട്ടോ തൊഴിലാളിയാണ് ചെന്നൈ സ്വദേശിയായ അണ്ണാദുരൈ. എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന്
ഓട്ടോ ഓടിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മേഖലയിൽ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ അണ്ണാദുരൈ എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു? അദ്ദേഹം സാധാരണ ഒരു ഓട്ടോ തൊഴിലാളി എന്നതിലുപരി അദ്ദേഹത്തിന്റെ ഓട്ടോ അന്വേഷിച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും യൂറോപ്യൻ കൺട്രിയിൽ നിന്നാണ് കൂടുതൽ ആളുകളും ഇവിടെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് അണ്ണാദുരയെ തേടി ചെന്നൈയിലെത്തുന്നു. അപ്പൊ എന്താണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം സാധാരണ ഓട്ടോ തൊഴിലാളി എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ ഓട്ടോ ഫുള്ളി ടെക്നോളജി ഉപയോഗിച്ചുള്ള ഓട്ടോയാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ഉപയോഗിച്ചു. അപ്പൊ ഡിജിറ്റൽ ഓട്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ അണ്ണാദുരൈക്കുള്ള ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇദ്ദേഹം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് അദ്ദേഹത്തിനുണ്ട്. നന്നായിട്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശത്തു നിന്നും അണ്ണാദുരൈക്കും വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുന്നു, ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നു, ഇവിടെ വരുന്നു. ഓട്ടോറിക്ഷയിൽ അദ്ദേഹത്തിന്റെ ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ, കമ്പ്യൂട്ടർ, മറ്റു സൗകര്യങ്ങൾ, മാഗസിൻസ് ഒക്കെ സാധാരണ ഒരു ഓട്ടോറിക്ഷയാണിത്. അപ്പോൾ നമ്മളവിടെ അദ്ദേഹം വേറിട്ടൊരു ശൈലി ഇംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെ വേറിട്ടൊരു ശൈലി അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഭയങ്കര ഡിമാൻഡ്ഫുൾ ആയി മാറി. മാസത്തിൽ 10,000 രൂപയാണ് അദ്ദേഹത്തിന്റെ ചെലവ് എങ്കിൽ, ഏതിന് ചെലവ്? അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റിയും മറ്റും ഡിജിറ്റൽ സൗകര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചെലവ് എങ്കിൽ ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹം ഒരു ഓട്ടോ ഓടിച്ചിട്ട് അദ്ദേഹം ഏൺ ചെയ്യുന്നു. അപ്പൊ അവിടെ നോക്കുക, നമ്മൾ ആ തൊഴിൽ സ്വീകരിക്കുമ്പോൾ അതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ അണ്ണാദുരൈ ഓട്ടോ തൊഴിലാളിയായി. അപ്പൊ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് ഇതിന്റെ ടോപ്പ് മോസ്റ്റ് ലെവലിൽ എത്താൻ സാധിക്കും? അദ്ദേഹം ഡിമാൻഡായി, കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു, ഇംപ്ലിമെന്റ് ചെയ്തു. അദ്ദേഹം നല്ല സക്സസ്ഫുൾ ഓട്ടോ തൊഴിലാളിയായി, ഓട്ടോ ഡ്രൈവറായിട്ട് മാറി. അപ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ളൊരു സംഗതിയാണ്. കാലിക്കറ്റ് കുന്നമംഗലം സ്വദേശിയായ പി വിജയൻ സാറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പി വിജയൻ IPS 1999 IPS ഹോൾഡറാണ്, സിവിൽ സർവീസ് വിന്നറാണ്. ഇങ്ങനെ സിവിൽ സർവീസ് കിട്ടിയ എത്രയോ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. എന്തുകൊണ്ട് വിജയൻ സാറ് മറ്റ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു? അദ്ദേഹം സാധാരണ ഒരു പോലീസ് ഓഫീസർ എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ ജീവിത പ്രയാസങ്ങളിലൂടെ അദ്ദേഹം കടന്നു വന്ന് ഇദ്ദേഹം സിവിൽ സർവീസ് കിട്ടുന്നത് വരെയുള്ള കഥ നമ്മൾ മനസ്സിലാക്കണം. വിജയൻ സാറുടെ ബാല്യകാലം ഒരിക്കലും സന്തോഷഭരിതമായിരുന്നില്ല. കുറേ പ്രയാസങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരാധീനതകൾ, അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിന് പോയിരുന്നു, പഠന സമയത്ത് കൺസ്ട്രക്ഷൻ വർക്കിന് പോയിരുന്നു, അദ്ദേഹം പാരലൽ കോളേജിൽ വർക്ക് ചെയ്തിരുന്നു, മറ്റു കുറേ ജോലികൾ ചെയ്ത് 1999 അദ്ദേഹത്തിന് IPS ലഭിക്കുകയാണ്. IPS ലഭിച്ചതിന് ശേഷം അദ്ദേഹം വെറുതെ ഇരിക്കല്ല ചെയ്തത്. വിജയൻ സാറ് ഈ അടുത്ത് നമുക്ക് പത്രങ്ങളൊക്കെ കണ്ടു, ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു നാഷണൽ ചാനൽ അദ്ദേഹത്തിന് അവാർഡ് വരെ നൽകുകയുണ്ടായി. അപ്പോൾ എന്താണ്, കുറേ പദ്ധതികൾ അദ്ദേഹം കേരളത്തിൽ നടപ്പിലാക്കി, പ്രത്യേകിച്ച് SPC പോലെയുള്ള. അപ്പോൾ വിജയൻ സാറെ പോലുള്ള ആളുകൾ വേറിട്ട് ചിന്തിക്കുന്നു. ആ മേഖലയിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സമീപനം വളരെ എനർജറ്റിക് ആയിട്ടാണ് അദ്ദേഹം ആ മേഖലയോട് കാണിക്കുന്നത്. അപ്പോൾ അതൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമുക്കറിയാം. ജോസഫ് അന്നംകുട്ടി ജോസ് അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അദ്ദേഹം RJ, ഒരു മോട്ടിവേഷൻ സ്പീക്കർ. എത്രയോ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. എന്തുകൊണ്ട് ജോസഫ് അന്നംകുട്ടി ജോസ് വിജയിച്ചവിടെ? അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ, പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെയധികം എനർജി നൽകിയത് അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു. അദ്ദേഹം ഏതൊരു വിഷയത്തിൽ പരാജയപ്പെട്ടപ്പോൾ പിതാവ് അദ്ദേഹത്തിന് ഒരു പോസിറ്റീവ് എനർജി നൽകുകയാണ് ഉണ്ടായത്. അങ്ങനെ അന്നു മുതൽ തുടങ്ങി അദ്ദേഹം ഇപ്പോൾ RJയിൽ ഒരു വേറിട്ട ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ RJമാർ നമ്മുടെ ഇടയിലുണ്ട്, അറിയപ്പെടാത്ത എത്രയോ RJമാർ. അതൊരു വെറും ഒരു കരിയറാക്കി മാറ്റുന്ന RJമാരും അതേപോലെ തന്നെ മോട്ടിവേഷൻ സ്പീക്കർമാരും നമ്മുടെ ഇടയിലുണ്ട്. എന്തുകൊണ്ട് ഇദ്ദേഹം വിജയിച്ചു? അദ്ദേഹം ആ തൊഴിലിനോടുള്ള പാഷൻ, അതോടൊപ്പം തന്നെ അവിടെ അനുവർത്തിക്കുന്ന, അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള ടെക്നിക്, അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കിംഗ്, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു RJയും അതേപോലെ തന്നെ മോട്ടിവേഷൻ സ്പീക്കറുമായി ഇദ്ദേഹം മാറുകയാണ് ഉണ്ടായത്. നമുക്ക് എല്ലാവർക്കും അറിയാം സുന്ദർ പിച്ചെ എന്ന പേര് ഉപയോഗിക്കാത്ത ആളുകൾ ലോകത്ത് വളരെ കുറവാണ്. ഇപ്പോൾ അതിശയോക്തിയല്ല. 2015 സുന്ദർ പിച്ചെ എങ്ങനെ ഗൂഗിളിന്റെ CEO ആയി മാറി? അതൊരു ചെറിയ ഉദ്യമമല്ല.
അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം ചെറുപ്പം മുതലേ കുറെ കാര്യങ്ങൾ മെമ്മറി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്ത് കാര്യം കേട്ടാലും ഉടൻ തന്നെ മറക്കാത്ത ഒരു സംഗതി. വീട്ടിലേക്ക് എത്ര പ്രാവശ്യം ഫോൺ വന്നു കഴിഞ്ഞാലും എത്ര കൊല്ലങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വന്ന ഫോൺ നമ്പറുകൾ അദ്ദേഹത്തിന് ബൈഹാർട്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഗോരഖ്പൂരിൽ IIT-യിൽ ചേർന്നു. എത്രയോ ആളുകൾ IIT ഒരിക്കലും മോശമുള്ള കോഴ്സല്ല. ഇന്നിപ്പോ ഏറ്റവും നല്ല കോഴ്സുകളിൽ ഒരു കോഴ്സാണ് IIT എന്ന് പറയുന്നത്. IIT കഴിഞ്ഞ എത്രയോ ആളുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ സുന്ദർ പിച്ചെ അവിടെ നിന്നും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന് പഠനത്തോടുള്ള താല്പര്യം, തൊഴിലിനോടൊപ്പം പഠിക്കുക എന്നുള്ള പോളിസി അദ്ദേഹം കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹം തൊഴിലിനും വേണ്ടി അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ വെച്ച് അദ്ദേഹം തൊഴിൽ ചെയ്യുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ മാനേജിങ് കഴിവ് സ്വയം തിരിച്ചറിയാണ്. അദ്ദേഹത്തിന്റെ കഴിവ് സ്വയം തിരിച്ചറിയുന്നു, മാനേജിങ് കഴിവ്. അങ്ങനെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹം MBA മാനേജ്മെന്റിൽ MBA കരസ്ഥമാക്കുന്നു. സുന്ദർ പിച്ചെ പിന്നീട് ഗൂഗിളിൽ ജോലിക്കാരനാവുന്നു. അവിടെയും വിട്ടില്ല. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ലോകം കീഴടക്കിയ സമയത്ത് സുന്ദർ പിച്ചെ ഗൂഗിൾ ക്രോം എന്ന ബ്രൗസർ കണ്ടുപിടിക്കുന്നു. ഇതിനിടയിൽ ഗൂഗിൾ ക്രോം എന്ന ബ്രൗസർ അദ്ദേഹം കണ്ടുപിടിക്കുന്നു. കഴിഞ്ഞില്ല അദ്ദേഹം. ശേഷം ഓരോ ആളും ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ 2015 അദ്ദേഹം ഗൂഗിളിന്റെ CEO ആയി മാറി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് കരിയർ സ്വീകരിക്കുന്നു എന്നതോടൊപ്പം ആ കരിയറിനോട് നമ്മുടെ ഡെഡിക്കേഷൻ എത്രത്തോളം, ആ കരിയറിൽ നമ്മുടെ കഴിവ് എത്രത്തോളം നമ്മൾ പ്രാവർത്തികമാക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ടോപ്പ് മോസ്റ്റിലേക്ക് എത്താൻ എങ്ങനെ സാധിക്കുന്നു എന്നത് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സുന്ദർ പിച്ചെ. നിങ്ങൾക്കും സാധിക്കും. ഞാൻ വീണ്ടും പറയുന്നു, യു ക്യാൻ. നമുക്കറിയാം, കാലിക്കറ്റുള്ള സനാഗാദർ സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന സമയത്ത് എല്ലാവരും കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ മീഡിയയിലാണ് നടത്തുന്നത്. അതിനിടയിൽ സനാഗാദർ ലെറ്റർ എഴുതി, ലെറ്റർ ക്രാഫ്റ്റിങ്ങിലൂടെ ലോകത്തെ 32ഓളം രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ വളരെ നല്ല ബന്ധം പുലർത്തുന്നു. അവിടെയൊക്കെ അവർക്ക് സനാഗാദറിന്റെ സുഹൃത്തുക്കളാണ്. അപ്പോ അതിൽ സനാഗാദറിന്റെ കഴിവ് സ്വയം തിരിച്ചറിയുന്നു. അവരുടെ ട്രാക്കിലൂടെ അവർ പോകുന്നു, അതിന്റെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നു, അതിന്റെ നൂതനമായ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ലോകം അറിയപ്പെടുന്ന, നമുക്കെല്ലാവർക്കും അഭിമാനമായി മാറിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി സനാഗാദർ മാറുന്നു. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്വീകരിക്കുന്ന ജോലി മാത്രമല്ല, ആ ജോലിയോടുള്ള നമ്മുടെ സമീപനം, നമ്മുടെ കഴിവിനനുസരിച്ച്, നമ്മുടെ അഭിരുചിക്കനുസരിച്ച് നമ്മൾ എത്തിച്ചേരുന്നു. അവിടെ എങ്ങനെയാണ് നമ്മുടെ സമീപനം, അതിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അതിനനുസരിച്ച് നമുക്ക് നല്ല വിജയിയാവാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ കൂടുതൽ വലിയ വലിയ ആളുകളിലേക്ക് എത്തണ്ട. നമ്മുടെ ഇടയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിൽ നമുക്ക് പ്രചോദനമേകൊണ്ടുള്ള ആളുകളുണ്ട്. ഇവിടെ കഴിഞ്ഞ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു. നമ്മുടെ ഷഫീഖ്, എൻ്റെ നാട്ടുകാരനായ ഷഫീഖ് ഒരു ചെറുപ്രായക്കാരനായ ഒരു യുവ കർഷകനായ ഷഫീഖ് വെറും ഒരു കർഷകൻ എന്നതിലുപരി അദ്ദേഹത്തിന് മന്ത്ലി നല്ല ഏണിങ്സ് എന്തുകൊണ്ട് വന്നു? അദ്ദേഹം അതിനോടുള്ള പാഷൻ പ്ലസ് ഡെഡിക്കേഷൻ. അവിടെ വൈവിധ്യമാർന്ന കാര്യങ്ങൾ, ഫിഷ് കൾട്ടിവേഷൻ, എപ്പികൾച്ചർ, അതേപോലെ തന്നെ ബാക്കി നൂതനമായ കുറെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. അവിടെ അദ്ദേഹം വിജയിക്കുന്നു. അപ്പൊ മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ അഭിരുചി സ്വയം മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റു രീതിയിൽ തിരിച്ചറിയുന്നു. എന്നിട്ട് നമ്മൾ ഏത് മേഖലയിലാണോ എത്തുന്നത് അവിടെ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതാണ് നോക്കേണ്ടത്. ഇപ്പോ നമുക്കറിയാം, എത്രയോ ആളുകൾ MBBS കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഡോക്ടേഴ്സ് ആവുന്നു. എന്തുകൊണ്ട് കുറെ ആളുകൾ അവിടെ വിജയിക്കുന്നു, കുറെ ആളുകൾ വിജയിക്കുന്നില്ല? നമ്മുടെ നാട്ടിൽ തന്നെ, നിങ്ങളുടെ നാട്ടിൽ തന്നെ നമ്മൾ ഓരോ സ്പെഷ്യലൈസേഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇന്ന ഡോക്ടറെ അടുത്ത് നമ്മുടെ വായിൽ, നമ്മുടെ മനസ്സിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറുടെ പേരാണ് വരുന്നത്. നിങ്ങളൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, എന്തുകൊണ്ട് നമ്മൾ ഓരോ ഡോക്ടേഴ്സിന്റെയും പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് വരുന്നു? അവർ ആ മേഖലയിൽ വിജയിച്ചിട്ടുണ്ട്. ചില ഡോക്ടേഴ്സ് നമുക്കറിയാം, ഒരു പേഷ്യന്റും ഇല്ലാതെ ഒഴിഞ്ഞിരിക്കുന്ന ആളുകൾ. MBBS നല്ല സ്കോപ്പുള്ള ഒരു കരിയറാണ്. പക്ഷെ സ്കോപ്പുള്ള കരിയർ അവിടെ ഡോക്ടർ ആയതുകൊണ്ട് കാര്യമില്ല. നമ്മളത് പരമാവധി ഡെഡിക്കേഷൻ, കൂടുതൽ പഠനങ്ങൾ നടത്തുകയാണെങ്കിൽ നമുക്കും നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ആളായിട്ട് മാറാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്കറിയാം മക്കളെ,
എഡ്യൂക്കേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇനി എഡ്യൂക്കേഷൻ ഇല്ല എങ്കിലും നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ മാക്സിമം എത്തിയില്ല എങ്കിലും നമ്മൾ ചിലപ്പോൾ ട്രാക്ക് മാറി പോവേണ്ടി വരും. സാഹചര്യങ്ങൾ കൊണ്ട് ചില ആളുകൾ ട്രാക്ക് മാറി പോവാറുണ്ട്. അവിടെയും നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുവല്ലോ. അതേപോലെ തന്നെ നമ്മൾ ചെല്ലുന്ന മേഖലയിൽ നമ്മൾ സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഏത് കരിയർ, ഏത് കോഴ്സ് ചേരുന്നു എന്നത് നമ്മുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ തീരുമാനത്തിന്റെ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ടോപ്പിൽ എത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ചില ബിസിനസ്സുകാർ, എത്രയോ ബിസിനസ്സുകാർ നമ്മുടെ നാട്ടിലുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി MA യൂസുഫ് അലി എന്തുകൊണ്ട് അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായി മാറി? അദ്ദേഹത്തിന്റെ വേറിട്ട ശൈലി തന്നെയാണ് അദ്ദേഹം നല്ല വിജയിച്ച ഒരു ബിസിനസ്സുകാരനായി മാറിയത്. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, എവിടെ നിങ്ങൾ എത്തുന്ന മേഖലയിൽ നിങ്ങൾ നിങ്ങളുടെ പരമാവധി കഴിവ്, നിങ്ങളുടെ പഠനം, സത്യസന്ധമായ ഇടപെടൽ, ഇതൊക്കെ അതിന്റെ വിജയത്തിന് നിദാനമാവുന്ന കാരണങ്ങളാണ്. ഏതു മേഖല വിജയിക്കണമെങ്കിലും സത്യസന്ധത വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനവും സത്യസന്ധതയാണ്. നമ്മൾ മേഖലയിൽ വിജയിക്കണമെങ്കിൽ സത്യസന്ധത നിർബന്ധമാണ്. ഇപ്പൊ നമുക്കറിയാം, എത്രയോ ക്രിക്കറ്റ് കളിക്കാർ നമ്മുടെ ഇടയിൽ വന്നുപോയി. എന്തുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ ലോകം അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റുകാരനായി മാറി? അദ്ദേഹത്തിന്റെ വന്ന സാഹചര്യങ്ങൾ, ചെറുപ്പത്തിൽ വളരെ വികൃതി പയ്യനായിരുന്നു സച്ചിൻ. ഈ കഥ പല പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അയൽവാസികളൊക്കെ വളരെയധികം ഡിസ്റ്റർബൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കളിയിലൂടെ. അങ്ങനെ അദ്ദേഹത്തിന്റെ പാഷൻ തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പാഷൻ തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പക്ഷേ അവിടെയും അച്ഛൻ തന്റെ മകനോട് പറഞ്ഞത്, നീ മഹാനായ ഒരു ലോകം അറിയപ്പെടുന്ന ക്രിക്കറ്റ് കളിക്കാരനായി കേൾക്കുക എന്നതിലുപരി നീ സത്യസന്ധനായ ഒരു കളിക്കാരനാവുക എന്നാണ് സച്ചിൻ ടെണ്ടുൽക്കറോട് തന്റെ പിതാവ് പറഞ്ഞത്. അത് വളരെ ഐഡന്റിഫൈ ചെയ്യേണ്ട, അണ്ടർലൈൻ ചെയ്യേണ്ട വാക്കാണ്. നമ്മൾ എത്തിപ്പെടുന്ന മേഖലയിൽ 100% നമ്മൾ സിൻസിയർ ആയിരിക്കണം. സത്യസന്ധമായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ടോ, നിങ്ങളോടൊപ്പം സമൂഹം എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒപ്പം പ്ലസ് സക്സസ്, വിജയവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്തുകൊണ്ട് എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റുമാരിൽ മഹാനായ പ്രസിഡന്റ് എന്ന് പറയുന്നത്? അദ്ദേഹം തന്റെ ചെറുപ്പത്തിൽ മുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചു. പിന്നീട് അദ്ദേഹം ഏകദേശം 8ഓളം ഇലക്ഷനിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു, ബിസിനസ് പരാജയപ്പെട്ടു. പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം അടിമത്ത സമ്പ്രദായം, അബോളിഷ്ഡ് സ്ലേവറി, അടിമത്ത സമ്പ്രദായം എബ്രഹാം ലിങ്കൺ അവസാനിപ്പിച്ചു. കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലോകത്തിന് സംഭാവന നൽകി. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രയോ പ്രസിഡന്റുമാര് അമേരിക്കയിൽ വന്നു പോയിട്ടുണ്ട്. അതിൽ എത്ര പ്രസിഡന്റുമാരാണ് ഇന്ന് മഹാനായ പ്രസിഡന്റുമാർ എന്നറിയപ്പെടുന്നത്? അത് എബ്രഹാം ലിങ്കൺ മാത്രമാണ് മഹാനായ പ്രസിഡന്റ്. അപ്പോ ഇവിടെ പറയാനുള്ളത്, നിങ്ങൾ ഏത് കരിയർ തിരഞ്ഞെടുത്താലും ആ കരിയറിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഡെഡിക്കേഷൻ, നമ്മുടെ സത്യസന്ധത, പുതിയ കാര്യങ്ങളുടെ അപ്ഡേഷൻ, പഠനങ്ങൾ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഏറ്റവും നല്ല ഉയർന്ന ലെവലിൽ നമുക്ക് എത്താൻ സാധിക്കും. നിങ്ങൾക്കും അതിന് സാധിക്കും. 100-ൽ ഒരുവനല്ല, 100-ൽ ഒന്നാമനാവണം. പണ്ട് എവിടെയോ ആരോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനെയാണ് മുന്നേറേണ്ടത്. കൂട്ടുകാരെ, ഇനി നിങ്ങൾക്ക് ഏത് കോഴ്സിന്, ഏത് കരിയറിന് എത്തണം എന്നുള്ള പല മോട്ടിവേഷനും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ കേട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ എവിടേക്ക്, ഏതാണോ നിങ്ങളുടെ വഴി എന്നുള്ളത് നിങ്ങൾ വളരെ ചിന്തിക്കുക. അത് ഒഴിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ ഷോർട്ട് കമ്മിങ്സ്, എൻ്റെ കുറവുകൾ എന്താണ്, എൻ്റെ പരിമിതി എന്താണ്, എൻ്റെ കഴിവെന്താണ്, എൻ്റെ പോസിറ്റീവ് എന്താണ്? ആ പോസിറ്റീവുകൾ നിങ്ങൾ സ്വയം തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് കടക്കുക. അങ്ങനെ ആ വഴിയിലൂടെ സഞ്ചരിക്കുക. തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ പാരൻസ് ഉണ്ട്, നമ്മുടെ സമൂഹമുണ്ട്. നിങ്ങൾ വിജയിച്ചിരിക്കും. ഓക്കെ, ഏതായാലും നിങ്ങൾ കാത്തിരിക്കുക. ഇനിയും നിങ്ങളുടെ മുന്നിൽ പുതിയ വെറൈറ്റി വീഡിയോസുമായി ഫൈസൽ വ്ളോഗർ വരുന്നതാണ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോയുടെ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടിൽ ദെൻ